സന്തോഷത്തിന് അതിരില്ല. അത് വിവരിക്കാൻ വാക്കുകളുമില്ല. ജാമ്യം നേടി ജയിലിന് പുറത്തുവന്ന ഗോർനാഥ് ചലേൻസെത്ത് പറഞ്ഞു. ഭാര്യയെയും മക്കളെയും ഉറ്റ ബന്ധുക്കളെയും കണ്ടപ്പോൾ അയാൾക്ക് കണ്ണീരടക്കാനായില്ല. ഒഡീഷയിലെ ഫുൽബാനിയിൽ സ്വീകരിക്കാൻ എത്തിയവരും വിങ്ങിപ്പൊട്ടി. കാണ്ടന്മാരിലെ സ്വാമി ലക്ഷ്മാനന്ദ സരസ്വതിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 7 പേരിൽ ഒരാളാണ് ഗോർനാഥ് ചലേൻസെത്ത്. വിധി ചോദ്യം ചെയ്തും നിരപരാധിത്വം ആവർത്തിച്ചും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ട് 5 കൊല്ലമായി. ജാമ്യാപേക്ഷ 2 വട്ടം നൽകിയത് തള്ളപ്പെടുകയായിരുന്നു. ഒടുവിൽ അലയൻസ് ഡിഫൻസിംഗ് ഫ്രീഡം എന്ന സന്നദ്ധ സംഘടനയും മനുഷ്യാവകാശ പ്രവർത്തകരും ചേർന്ന് കേസ് സുപ്രീം കോടതിയിലെത്തിച്ച് ഗോർനാഥിന് ജാമ്യം നേടിക്കൊടുക്കുകയായിരുന്നു. ജയിലിൽ കഴിയുന്ന ബാക്കി 6 പേർക്കും ഇതുപോലെ ജാമ്യം നേടിക്കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഇവരിൽ ഒരാൾ മനോവൈകല്യമുള്ള ആളാണ്. സുപ്രീം കോടതി മെയ് 9 ഗോർനാഥിന് ജാമ്യം അനുവദിച്ചതെങ്കിലും 11 ദിവസം കഴിഞ്ഞാണ് ജയിലിന് പുറത്തിറങ്ങാനായത്. സുപ്രീം കോടതിയുടെ ഉത്തരവുമായി മൂത്ത മകൻ നഥാനിയൽ ചലേൻസെത്ത് നെട്ടോട്ടത്തിലായിരുന്നു. 3 ആൺമക്കളും വിവാഹിതയായ ഒരു മകളുമാണ് ഗോർനാഥ് ചലേൻസെത്തിനുള്ളത്. അപ്പനെ സ്വീകരിക്കാൻ 4 മക്കളും വന്നിരുന്നു. ബൊക്കെ കൊടുത്താണ് ഭാര്യ രുദ്ധ ഭർത്താവിനെ എതിരേറ്റത്. 90-കാരനായ ബച്ചൻ ചലേൻസെത്തിന് മകനെ ജയിൽ കവാടത്തിൽ വന്ന് വരവേൽക്കണമെന്നുണ്ടായിരുന്നു. കോത്താഗഡ് ഗ്രാമത്തിൽ നിന്ന് 5 മണിക്കൂറോളം യാത്ര ചെയ്ത് ഫുൽബാനിയിലെത്താനുള്ള ആരോഗ്യം ഇല്ലെന്നറിയാവുന്ന മക്കൾ അദ്ദേഹത്തെ കൂടെ കൊണ്ടുവന്നില്ല. ന്യൂസ് ഡെസ്ക് ഷെക്കീന ന്യൂസ്.